2025 ഇന്ന് മഹാശിവരാത്രി ദിനമാണ്. ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ടുള്ള ഒരു പുരാതന കഥ ഞാൻ പറയാം. പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളക്കൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ മഹാപരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കിപ്പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു വരാതിരിക്കുവാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി. ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണ് ഇത്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ്. ശിവപാർവതി വിവാഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ശിവരാത്രി. ശിവൻ്റെ താണ്ഡവ നൃത്തത്തിൻ്റെ ഭയഭക്തി ബഹുമാനത്തോടെയുള്ള ആരാധനാ ദിവസമാണെന്ന്. ശിവലിംഗത്തിൻ്റെ ആവിർഭാവം കൂടിയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവൻ്റെ രാത്രിയാണ് ശിവരാത്രി. ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നാണ് അർത്ഥം. ശിവരാത്രി വ്രതം പ്രധാനമാണ്. പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു. മഹാശിവരാത്രി ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം 1 വർഷം നീണ്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസം. കൂവളത്തിൻ്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമളച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ, ശിവസഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ. ശിവലിംഗങ്ങളെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ട്. ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ മഹാശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ്. ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലി തർപ്പണവും നടക്കാറുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത്. പൊൻകുന്നത്തെയും തമ്പലക്കാട്ടെയും ശിവരാത്രി ആഘോഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, ഗുരുവായൂർ മഹാദേവ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നു.
എന്തിനാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്? ഈ ശിവരാത്രിയിലെ വ്രതത്തിന് പിന്നിൽ ഒരു ഐതിഹ്യം പറയുവാനുണ്ട്. ശിവപുരാണം അനുസരിച്ച് തങ്ങൾക്ക് അനുയോജ്യമായ വരനെ അന്വേഷിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ വ്രതം വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കുന്നു. കാരണം ഈ വ്രതം ആചരിക്കുന്നതിലൂടെ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നു. ജീവിതത്തിലും ലോകത്തിലുമുള്ള അന്ധകാരത്തെയും അജ്ഞതയെയും മറികടക്കുന്നതിൻ്റെ സ്മരണയാണ് മഹാശിവരാത്രി. ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ശിവരാത്രി. ശിവരാത്രി എന്നാൽ ശിവൻ്റെ രാത്രി എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ രാത്രി ഭഗവാൻ ശിവൻ നടത്തിയ താണ്ഡവ നൃത്തം അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുന്നതിനുമാണ് ഈ ആഘോഷം എല്ലായിടത്തും ആഘോഷിക്കുന്നത്. സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നീ 3 പ്രധാന പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു നൃത്തമാണ് താണ്ഡവ നൃത്തം. ആനന്ദ താണ്ഡവം, രൗദ്ര താണ്ഡവം എന്നിങ്ങനെ 2 രൂപങ്ങളാണുള്ളത്. ആനന്ദ താണ്ഡവം സന്തോഷത്തെയും സൃഷ്ടിയെയും പ്രതിനിധീകരിക്കുന്നു. രൗദ്ര താണ്ഡവം ദേഷ്യത്തെയും സംഹാരത്തെയും പ്രതിനിധീകരിക്കുന്നു. താണ്ഡവ നൃത്തത്തിലെ ചില പ്രധാന സവിശേഷതകൾ ഇങ്ങനെയാണ്. ശിവൻ സാധാരണയായി ഒരു കടുവയുടെ തോൽ ഉപയോഗിച്ച് നിർമ്മിച്ച വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്നു. 4 കൈകളിൽ ത്രിശൂലം, അഗ്നി, ഡംരു, പാമ്പ് എന്നിവ കൈവശം വെക്കുന്നു. നൃത്തം വളരെ ശക്തവും ഉഗ്രവുമാണ്. നൃത്തം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും നാശവും പ്രതിനിധീകരിക്കുന്നു. താണ്ഡവ നൃത്തം ശിവൻ്റെ ശക്തിയെയും ദൈവികതയെയും പ്രതിനിധീകരിക്കുന്നു. താണ്ഡവ നൃത്തവുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങൾ ഇന്നും നിലവിലുണ്ട്. അതിലൊരു ഐതിഹ്യമനുസരിച്ച് ശിവൻ താണ്ഡവ നൃത്തം ചെയ്തപ്പോൾ ലോകം വിറച്ചു എന്നാണ് പറയുന്നത്. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ശിവൻ താണ്ഡവ നൃത്തം ചെയ്തപ്പോൾ ദുഷ്ടശക്തികളെ നശിപ്പിച്ചു എന്നും പറയുന്നു. താണ്ഡവ നൃത്തം ഇന്ത്യൻ കലയിലും സംസ്കാരത്തിലും ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. ശിവരാത്രി ദിവസം ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഭക്തർ പാൽ, തേൻ, പഴങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ അർപ്പിക്കുന്നു. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഈ രാത്രി ഭഗവാൻ ശിവൻ വിഷം ഉള്ളിൽ കൊണ്ട് ലോകത്തെ രക്ഷിച്ചു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ഈ രാത്രി ഭഗവാൻ ശിവനും പാർവതി ദേവിയും വിവാഹിതരായി. ശിവരാത്രി ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഈ ദിവസം ഭക്തർ ശിവനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥനയിലൂടെയും ഉത്സവ ആഘോഷങ്ങളിലൂടെയും വ്രതമെടുക്കുന്നതിലൂടെയും ഓരോരുത്തരും നേടിയെടുക്കുന്നു. ശിവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ശിവലിംഗ പൂജ. ശിവലിംഗം ശിവൻ്റെ പ്രതീകമാണ്. ഭക്തർ ശിവലിംഗത്തിന് പാൽ, തേൻ, പഴങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ സമർപ്പിച്ച് ശിവരാത്രി മുഴുവൻ ഭക്തർ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുകയും ശിവനെ സ്തുതിക്കുകയും ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നു. ശിവരാത്രി ഒരു ദിവസത്തെ ഉത്സവം മാത്രമായി ഒതുങ്ങിക്കൂടുന്നില്ല. അത് ആത്മീയ ഉന്നമനത്തിൻ്റെ ഒരവസരം കൂടിയാണ്. ഈ ദിവസം ഭക്തർ ശിവനെ പ്രീതിപ്പെടുത്തി
അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ജീവിതം മുഴുവൻ നേടിയെടുക്കുന്നു. ത്രിമൂർത്തികളിൽ ഒരാളാണ് ശിവൻ. സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നീ 3 പ്രധാന പ്രവർത്തനങ്ങളിൽ സംഹാരത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവമാണ് ശിവൻ. ശിവന് നിരവധി നാമങ്ങളുണ്ട്. മഹേശ്വരൻ എന്നുവെച്ചാൽ മഹാനായ ദൈവം. പരമശിവൻ എന്നുവെച്ചാൽ പരമോന്നത ശിവൻ. നടരാജൻ എന്ന് പറഞ്ഞാൽ നൃത്തത്തിൻ്റെ ദൈവം. മൃത്യുഞ്ജൻ മരണത്തെ ജയിച്ചവൻ. ഭൈരവൻ ഭയാനകൻ. അർദ്ധനാരീശ്വരൻ പാർവതിയുടെ പകുതി രൂപം ധരിച്ചവൻ. ഇങ്ങനെ പല പേരിൽ ശിവൻ അറിയപ്പെടുന്നു. സോണി ജിൻസി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ ഈ 2025 മഹാശിവരാത്രി ദിനത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായി നേർന്നുകൊള്ളുന്നു.